ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ വഴിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ വഴിയല്ല നമ്മൾ വന്നത് കേട്ടോ. ആളുണ്ടോ? ഞങ്ങൾക്ക് വഴി മാറിയിട്ടുണ്ടേ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഡ്രൈവർ ചേട്ടനാണ്. ഞാൻ വണ്ടി കൊണ്ടൊന്ന് റോങ് ആയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ പിന്നെ എന്ത് പറയാനാണ്, സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി ഒരു കാഴ്ചയായിട്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എൻ്റെ തൊട്ട അയൽവക്കമാണ് കേട്ടോ. ഉറക്കപ്പിച്ചിലാണ് രാവിലെ ഉള്ളത്. അപ്പോൾ എന്ത് പറയാനാണ്, അടിപൊളി ഒരു പ്ലേസാണ്. മുമ്പ് ഞാനിത് എടുത്തിട്ടിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറയാണ് കേട്ടോ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പാറയാണ്. അപ്പോൾ രണ്ട് വഴിയിൽ കൂടെ നമുക്ക് പോകാൻ സാധിക്കും. ഒന്ന് ഞാൻ മുൻപ് പോയിട്ടുള്ളത് ഈ വഴിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കുരിശടിയാണ് നമുക്ക് ലാൻഡ് മാർക്കായിട്ട്. ഈ വഴിയും നമുക്ക് പോകാം കേട്ടോ. ഇന്ന് അവിടെ ഒരു എന്ത് പറയാനാണ്, ഒരു സാധനം, ഒരു മരുന്നിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനം എടുക്കാനാണ് പോകുന്നത്. മുമ്പ് ഞാൻ പോയ സമയത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും ഉദ്ദേശിച്ചാണ് ഇന്ന് ഇറങ്ങി തിരിച്ച്. 2-3 കാര്യമുണ്ട് കേട്ടോ. അപ്പം എന്തൊക്കെ കാര്യമാണെന്ന് വഴിയെ ഞാൻ പറഞ്ഞു പോകാം കേട്ടോ. അപ്പം ഹൃദയത്തോടെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ക്ഷണിക്കുകയാണ്. കൂടെ വന്നോളൂ കേട്ടോ. പാറ കയറ്റമാണേ. അപ്പം നമുക്ക് പോകട്ടോ. ഇത് വഴിയാണേ. കുറച്ച് ദൂരം കൂടെ നമുക്ക് വണ്ടിയിൽ സഞ്ചരിച്ചതിന് ശേഷം ഇറങ്ങി നടക്കാം കേട്ടോ. അപ്പം വഴി ഇപ്പം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? തിരുവനന്തപുരത്തിലെ നമ്മുടെ അമ്പൂരി പഞ്ചായത്തിൽ ഉള്ള ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ. അമ്പൂരിക്കാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാക്കവെട്ടിപ്പാറയിലാണ് നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വീണ്ടും പറഞ്ഞു പോകുകയാണ്, കാക്കവെട്ടിപ്പാറയിലേക്ക് സ്വാഗതം. വെറൈറ്റി നെയിമാണല്ലേ, കൂടെ പോന്നോളൂ. അപ്പോൾ പിന്നെ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്. ഒരു ഇടനാഴിയാണ് കേട്ടോ, ബസ് റൂട്ടല്ല. അപ്പോൾ മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഒരു ഇടനാഴി റൂട്ടാണ്. അപ്പോൾ നമ്മളിതേ കണ്ടോ, നമ്മുടെ ചേച്ചിമാരൊക്കെ മീനൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. കുറേ അപ്പോൾ ഞാനാ ഫസ്റ്റ് ടൈം കേട്ടോ. ഞാൻ ഈ നാട്ടുകാരിയാണെങ്കിൽ പോലും ഈ റോഡ് സഞ്ചരിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. എൻ്റെ അമ്മച്ചി പറയാണ്ടിരിക്കാൻ വയ്യ, ഹെസ്റ്റിയുടെ പോകണ്ടി കുറച്ചുകൂടെ. നോക്കി എന്തെന്നറിയാമോ, അതേ റോഡ് കണ്ടോ, കുത്തനൊക്കെ കിടക്കുക കേട്ടോ. ഏതാണ്ട് പാലക്കാട് ചുരം പോലെയൊക്കെ തോന്നുന്നു. ഇതൊന്നും അല്ല കേട്ടോ. എൻ്റെ അമ്മേ, എസ് വളമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് പറഞ്ഞു പോവുകയാണ്. ഞങ്ങളുടെ അമ്പൂരിൽ നല്ലതുപോലെ എസ് വളമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ട് ഇതേ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ അംബാസഡർ കാറായിരിക്കും. അതല്ല, എൻ്റെ കുഞ്ഞ് 2 വീലറാണ് കേട്ടോ. അപ്പോൾ അതേ വണ്ടിക്കകത്തിരുന്ന് ഒരു കുഞ്ഞ് ഇത് ഈ കുപ്പിയിൽ എന്നാണ് വാങ്ങി വെള്ളമെന്ന് അറിയില്ല. എന്തായാലും ആ മലയുടെ മുകളിൽ പോകുമ്പോൾ വെള്ളം ദാഹിക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് ഓർമ്മയില്ലായിരുന്നു, വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ചിറയക്കോട് വാർഡിലെ അമ്പൂരി പഞ്ചായത്തിലെ കാക്കവെട്ടിപ്പാറയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ ഇവിടെ ആരുടെയെങ്കിലും ആരെയും കാണാൻ ആളുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് പാറ കയറ്റം തുടങ്ങാം കേട്ടോ. ടൈം ആയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് നിന്ന് തിരിയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അത്രയും ചൂടാണ് കേട്ടോ. ഞാനും ഒരു ചെറിയൊരു ചായയും കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാന്നേ. പോയിട്ടാണ് എനിക്കിനി കാപ്പി കുടിക്കേണ്ടത്. കുറച്ച് വെള്ളം തരാമോ? അപ്പം നമ്മുടെ ഈ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടെ വാങ്ങി ഇന്നത്തെ യാത്ര പോവുകയാണ്. ഇന്ന് തൊഴിലുറപ്പില്ലേ? കേട്ടാ, പിള്ളേരൊന്നും കാണാനില്ല. ഒരാളുണ്ട്, ഒരാൾ നാട്ടിലില്ല. സുഖം. സുഖാണോ? കാപ്പി കുടിച്ചാ? അങ്ങനെ നമ്മുടെ എന്ത് പറയാനാണ്, നമ്മുടെ ഈ പാറയുടെ തൊട്ട് താഴ്വശത്തിരിക്കുന്ന വീടാണ്. ഇവിടെ എത്ര കുടുംബമുണ്ട്? ഒരുപാടുണ്ടോ ഫാമിലി ഈ ഭാഗത്ത്? മുകളിലോട്ടില്ല അല്ലേ വീട്? മുകളിലോട്ട് വെള്ളം വാങ്ങിച്ചിട്ട് കേട്ടോ. നമ്മളെയൊക്കെ വീഡിയോയിൽ കാണുമല്ലോ. അപ്പം വെള്ളം എന്തായാലും കിട്ടിയിട്ടുണ്ട്. വെള്ളവും കൊണ്ട് ഞാൻ യാത്ര തുടങ്ങുകയാണ്. പോയിട്ടുണ്ടോ പാറയുടെ മുകളില്? ചുടക്കുണ്ടോ? ഇല്ല. മുമ്പ് നമ്മൾ എപ്പോഴൊക്കെ ഇപ്പൊ ഇല്ല അല്ലേ? കുറച്ച് നല്ല മരുന്ന് ഐറ്റമൊക്കെ അവിടെ ഉണ്ടായിരുന്നു മുമ്പ്. ഞാൻ ഒരിക്കൽ പോയപ്പോഴും കണ്ടതാ അല്ലേ? ആണോ? രാത്രി അവിടെ ഒന്ന് തങ്ങോ? സ്റ്റേ ചെയ്യുവോ? അതെയോ? മുമ്പ് ഞാനും അവിടെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിലും ദൂരമുള്ളവർക്കാ നമ്മളെ
യൂട്യൂബറിലെ ഹേമന്തോ എന്റെ പേര്, ആഹാ അറിയില്ല. ആഹാ അയാളാണ് ആദ്യം ഇവിടെ വന്നത്. അപ്പൊ നമ്മുടെ ഇത് സ്ഥലം നമുക്ക് അത്ര ഇതില്ല, മനസ്സിലായോ? വാല്യൂ ഇല്ല. പുറത്തുനിന്ന് കാണുന്നവർക്കാണ് അത് ഭയങ്കര, അത് എല്ലായിടും ഉള്ള കാര്യമാണ്. അപ്പൊ അത് ശരിയല്ലേ? ആ ശരി എന്നാ. അപ്പൊ ഞാൻ ഇവിടെ എല്ലാരോടും യാത്ര പറഞ്ഞ് ഇതാ വീണ്ടും പോവുകയാണ് കേട്ടോ. നമുക്ക് പോകാൻ വഴി ഈ മതിൽ കെട്ടിലൂടെ കേട്ടോ. ഇത് പൊതുവഴിയൊന്നും അല്ല, അല്ലാത്ത വഴി അല്ലേ? ഇളക്കി പറക്കി ഇട്ടേക്കണം, പതുക്കെ പോണം. അതെ അതെ. അപ്പം ഒരു ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. കല്ലുകെട്ടും ഒക്കെ ആയിട്ട് പല ഊരണതുണ്ടോ? അങ്ങനെ ഇതുവരെ പന്നിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം. പന്നി ഉള്ളതുകൊണ്ട് അങ്ങനെ സൂക്ഷിച്ചു പോണം. ആ ഇവിടുന്ന് കുറച്ച് ദൂരം, ഇത് വീടിനുള്ള വഴിയാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേ ഉള്ളും അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയത് ശ്രദ്ധിച്ച് പോയാൽ മതി. ആ ശരി. ചവിട്ടുമ്പോഴേ ഈ ഇലയൊക്കെ നിറഞ്ഞ് കിടക്കുന്നിടത്ത് ചവിട്ടുമ്പോൾ സൂക്ഷിച്ച് ചവിട്ടും. ചവിട്ടും. ഈ ഇന്നലെ ഒരു ശകലം ഈ മഞ്ഞ് പോലെയൊക്കെ മഴ പെയ്തു, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു കേട്ടല്ലോ, രണ്ടുപേരുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പറഞ്ഞത് കേട്ടല്ലോ. ഇലയൊക്കെ നമ്മള് എന്ത് പറയാനാണ്, ഊരണതൊക്കെ കാണാൻ സാധ്യത ഉണ്ട്. എന്തായാലും പോകുമ്പോ സൂക്ഷിച്ചു പോകാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വഴിയാണ് പോകേണ്ടത്. സൂചന വരാം. മുകളിൽ ചെന്നിട്ട് അല്പം വലിച്ചരിച്ച് കയറാൻ പറ്റും. അപ്പൊ പിന്നെ വലിയ കംപ്ലൈന്റ് വരും കേട്ടോ. ശരി. അതെ, അപ്പോൾ പിന്നെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നും ഈ കാക്കവെട്ടി പാറയിലോട്ട് വരാനായിട്ട് 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നല്ല ഇടുങ്ങിയ വഴിയാണ് എങ്കിൽ പോലും അങ്ങ് ഉള്ളിലോട്ട് പോകണം. നല്ല വിശാലമായ ഒരു പാറക്കൂട്ടങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ഇന്നത്തെ വെറൈറ്റി കാഴ്ചകളാണ്. വീണ്ടും നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതേ ഈ വഴിയാണേ. ഇതാ കണ്ടോ, ഈ വഴിയെ പോയി ഇവിടെ ഒഴിഞ്ഞൊരു വീട് കിടക്കുക. ഇതിവിടെ കൂടെ കയറണമെന്ന് അറിയില്ല എൻ്റെ അമ്മച്ചി. ഈ വിജനമായ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നല്ലേ? അതിലുപരി എനിക്കും പേടിയുണ്ട്. കാരണം കാടാണ്. കാട്ടിൽ പന്നി ശല്യം ഉള്ളതുകൊണ്ട് ഇഴജന്ത് അതേ ഊരുന്നത് ഒന്നും പാമ്പൈറ്റം കാണില്ല എന്നാണ് പറയുന്നതെങ്കിലും നമ്മുടെ ആദ്യം കണ്ട വീട്ടിലുള്ള അവർ പറയുക ഇന്നലെയൊക്കെ മഴ ചെറുതായിട്ടൊന്ന് ചാറിയുണ്ട്, ഇന്ന് ചൂടും ആയതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ചേ പോകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാക്കവെട്ടി പാറയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് കേട്ടോ. എന്താ നടന്ന് നീങ്ങുകയാണ്. കൂടെ വന്നോ കേട്ടോ. ഞാൻ എന്തായാലും ഒരു കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കമ്പ് എടുത്തിട്ടുണ്ട്. കാരണം അപ്പടി കരിയല്ല ഇങ്ങനെ നിറഞ്ഞങ്ങ് കിടക്കും കേട്ടോ. അപ്പം അറിയാൻ പറ്റില്ല, ഇതിനിടയ്ക്ക് എന്തെങ്കിലും കിടന്നാൽ പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കൊരു സേഫാണേ, ഇങ്ങനെ ഊന്നിയെങ്കിലും കയറി പറ്റാലോ. ഇതേ കണ്ടോ. അപ്പം നമ്മൾ എൻ്റെ അമ്മച്ചി പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഇതേ ഞാൻ ഉദ്ദേശിച്ച ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ കുട്ടികൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞതാ ഈ വക സാധനം. ഇത് ഭയങ്കര ഞങ്ങളുടെ എന്ത് പറയാനാണ്, തിരുവനന്തപുരക്കാരുടെ സ്പെഷ്യലാണേ. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയുക. ഇത് ചുടക്കെന്നും തക്കാളിയെന്നും പറയാറുണ്ട് കേട്ടോ. ഞാനിത് ഒന്നെടുത്ത് കൊട്ടി കാണിക്കാം. പണ്ട് ഞങ്ങളുടെ എന്ത് പറയാനാണ്, കുട്ടിക്കാലത്ത് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതായത് ഭയങ്കര വില കൊടുക്കുക കിട്ടുമായിരുന്നു. ഭയങ്കര വിലയുള്ള സാധനമാണ് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ ചുടക്ക് സൗണ്ട് കേൾക്കാം. നമുക്ക് എന്തായാലും തിരിച്ചു പോകുമ്പോൾ ഇതെടുത്ത് കൊണ്ടുപോകാം കേട്ടോ. അതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇവിടെ നിൽക്കുക കേട്ടോ. അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാവേ. നല്ല വിലയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അതാ ഈ പാറപ്പുറത്ത് ഞാൻ നടന്ന് നീങ്ങുകയാണ്. എന്തായാലും രാവിലത്തെ ഒരു എക്സസൈസും കൂടെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് 2000 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെയാണ് നമ്മുടെ കാക്കവെട്ടിപ്പാറ കേട്ടോ. ചുറ്റും പാറകളാണ്.
2000 ഏക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും ഇവിടത്തെ കാഴ്ചകൾ. എന്തായാലും സമയം എത്ര ആയെന്ന് എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 7 മണിയായിട്ടുണ്ട്. വാച്ച് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്ത് പറയാനാണ്, ഇവിടെ വന്ന ആൾക്കാർ ഫുഡൊക്കെ കൊണ്ട് വെച്ച് കഴിക്കാറുണ്ട് അത്ര എന്നാണ് പറയുന്നത്. മുകളിൽ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. എനിക്കറിയില്ല. എൻ്റെ അമ്മേ, ഞാൻ എന്തൊക്കെ പറഞ്ഞു പോകുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടി തോന്നുന്നു കേട്ടോ. ഉൾക്കാട്ടിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അല്ലേ. ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഏരിയയാണ് നമ്മുടെ കാക്കവട്ടിപ്പാറ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഇതുവഴി നടന്ന് നീങ്ങുകയാണ്. ഇതാ കണ്ടോ, ഇവിടുത്തെ ഈ കുറ്റിച്ചെടികളൊക്കെ ഇതൊക്കെ കണ്ടോ. വിറവിനൊരു പഞ്ഞവും ഇല്ല കേട്ടോ ഇവിടെ. എൻ്റെ അമ്മ, ഇനി ഈ പാറ അതേ ഇങ്ങോട്ട് കാണിച്ചേ. ഈ പാറയാണ് ഇനി നമ്മൾ വലിഞ്ഞ് കയറേണ്ടത് കേട്ടോ. കണ്ടോ, അത് കഴിഞ്ഞ് നമുക്ക് ആ വശത്ത് നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഒരു ഊട് വഴി നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ കമ്പ്, കയ്യിലിരിക്കുന്ന കമ്പ് വെച്ച് കണ്ടോ ഇങ്ങനെ നീക്കി നമുക്ക് ഈ ഊട് വഴിയെ പോകാം കേട്ടോ. അപ്പം കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്ഥലമാണേ. അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ്. ഒരിക്കലെങ്കിലും വന്നു പോവുക ഞങ്ങളുടെ അമ്പൂരിലോട്ട് കേട്ടോ. രാവിലത്തെ വെയിൽ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് പറയാനാണ്, ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. നല്ല ചൂടുള്ള ടൈമും കൂടെയാണ് അല്ലേ. അപ്പോൾ ഞാനിതാ ഒരുവിധമൊക്കെ കയറിയിട്ടുണ്ട്. ഇതിന് വ്യൂ പോയിന്റ് കുറച്ചുകൂടെ പോകണം കേട്ടോ. ഞാനിതവിടെ കുറച്ചു നേരം വിശ്രമിക്കാതിരിക്കുകയാണ് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ പിന്നെ ഞാനിതാ ഇവിടെ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള വൈബാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല രസമുണ്ട് കേട്ടോ. ഇതേ ആ ഭാഗത്ത് കണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇവിടെ ക്യാമറയിൽ എത്രത്തോളം പതിയൊന്നൊന്നും എനിക്കറിയില്ല. അടിപൊളിയായിട്ടുള്ള ഒരു വൈബായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുമ്പോൾ നെയ്യാർ ഡാമിൻ്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ആ വൈറ്റ് കളർ ആ പാറ കാണാവോ നിങ്ങൾക്ക്? എനിക്കിവിടെ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ കാളിപ്പാറയാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷം. നമുക്കിനി കുറച്ചുകൂടെ മുകളിൽ പോകാം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്. അപ്പം ഞാൻ എന്തായാലും ഇരുന്ന സ്ഥാനത്ത് നിന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഇതാണ്. ഞാൻ ഈ ഭാഗം വരെ കയറി പറ്റിയിട്ടുണ്ട്. ഈ വഴി ഇനി എവിടെ കൂടെ ആണെന്ന് ഒരു നിശ്ചയമില്ല കേട്ടോ. കാരണം അത്രയും കുറ്റിച്ചെടികൾ കൊണ്ട് നിറഞ്ഞ് കിടക്കുകയാണ്. വഴി എവിടെ കൂടെ ആണെന്ന് ഒരു ഇതില്ല. എനിക്ക് മുന്നേ ക്യാമറമാൻ കയറിയിട്ടുണ്ട്. അതാ പോവുകയാണ്. ആ ഒരു ലക്ഷ്യം വെച്ചാൽ ഞാനും ബാക്കിൽ വെച്ച് പിടിക്കുന്നത്. എന്തായാലും കണ്ടോ, വഴി ഒട്ടും നിശ്ചയമില്ല കേട്ടോ. കാട് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറഞ്ഞ് പോവുകയാണ്. സാഹസികത, അതായത് ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഉള്ളത് മാത്രമാണ് നമ്മുടെ ഈ കാളിപ്പാറ കേട്ടോ. അമ്മേ, കാരണം കാലെടുത്ത് വെക്കാൻ പേടിയാണ് കേട്ടോ. വല്ലതും ഊർന്നതുണ്ടോന്നൊന്നും അറിയില്ല. നല്ല വെയിലാണ്. വെയിൽ കൊണ്ട് ഞാനങ്ങ് എന്തു പറയാനാണ്, വെയിൽ കൊണ്ട് ഞാനങ്ങ് ആഫ്രിക്കക്കാരെ പോലെ ആയിട്ടുണ്ടെന്ന് കേട്ടോ. അതെന്ത് സൗണ്ട്? നമ്മുടെ കാളിപ്പാറയിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മല കയറ്റമൊക്കെ കഴിഞ്ഞിട്ട് വേണം കാളിപ്പാറയിൽ പോയി എനിക്ക് അന്നദാനം കഴിക്കാൻ. അടുത്ത ഷൂട്ട് നമുക്ക് അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. എടാ, ഇതെന്ത് കാസ്റ്റോടാ? പട്ടി കാസ്റ്റോ അല്ല, ഇതെന്തുവാടാ? പന്നിയുടെ ആണോന്ന് തോന്നുന്നു. അപ്പോൾ പന്നിയൊക്കെ ഉണ്ട് കേട്ടോ. സൂക്ഷിച്ചാണ് കയറേണ്ടത് കേട്ടോ. നല്ല വിറകുണ്ട് കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലത്തേക്ക് കഞ്ഞിക്ക് ഈ മലയിലൊക്കെ വന്ന് കുറേ ആൾക്കാർ വിറക് ഒടിച്ചുകൊണ്ട് പോകും കേട്ടോ. അതാ കണ്ടോ, നല്ല ഉണക്ക വിറവാണ് കണ്ടോ. എന്നാ ഈ ചെടിയുടെ ഇതാണ് കേട്ടോ. അപ്പം വീണ്ടും തീർന്നിട്ടില്ല. ഇനി നമുക്ക് സുഖമായിട്ട് കയറി പോകാമെന്ന് എനിക്ക് തോന്നുക. കാരണം അതേ പാറയാണ് നിറഞ്ഞ കണ്ടോ. നമുക്ക് കുറ്റിച്ചെടി ഇല്ലെങ്കിൽ എനിക്ക് ഏത് മുകളിലെ ടോപ്പിലുള്ള പാറയായാലും ഞാൻ കയറി പറ്റും.
ഈ കുറ്റിച്ചെടികൾ കാണുമ്പോഴാണ് എനിക്ക് പേടി. ഇതല്ല കേട്ടോ, ഇതുപോലെ പുല്ല് ഇതിന് ഇടയ്ക്ക് വല്ലാണ്ട് കിടന്നാൽ പോലും അറിയില്ല കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, എനിക്ക് ഈ വിറകൊക്കെ കാണുമ്പോൾ എടുത്തോണ്ട് പോകാൻ തോന്നുക കേട്ടോ. അതേ കണ്ടോ, നമുക്ക് പാചകത്തിനുള്ള വിറവ് അടുപ്പത്തിട്ടൊക്കെ വേവിക്കാനായിട്ടൊക്കെ വിറവൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി ഒരു ദിവസം നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇട്ട് നമുക്ക് കപ്പയും മീനും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ പിന്നെ നമ്മുടെ കാക്കവട്ടിപ്പാറ 2000 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറ കൂടെയാണ്. വീണ്ടും പറഞ്ഞു പോവുകയാണ്, അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇതേ കണ്ടോ, ഇവിടുത്തെ പ്രകൃതി ഭംഗി. ഐ ലവ് യു കാക്കവട്ടിപ്പാറ. സൂപ്പറാണ്, നല്ല വൈബാണ് കേട്ടോ. നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ല ദേഷ്യമോ അല്ലെങ്കിൽ മനസ്സിലുള്ളത് ഒരാളോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാക്കവട്ടിപ്പാറയുടെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരു മനുഷ്യനും കേൾക്കില്ല കേട്ടോ. സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് പങ്കിടാൻ പറ്റിയ ഏക പാറ കാക്കവട്ടിപ്പാറ. എൻ്റെ അമ്മച്ചി, എനിക്ക് പറയാണ്ടിരിക്കാൻ കേട്ടോ, നല്ലൊരു എക്സസൈസ് ആണ് നമ്മുടെ കേട്ടോ. നമ്മൾക്ക് നല്ലതാണ് കേട്ടോ, ഇടയ്ക്കും മുറയ്ക്കൊക്കെ ഈ പാറ കയറ്റമൊക്കെ നല്ലതാണ്. അപ്പം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു പോവുകയാണ്, ഈ കാക്കവട്ടിപ്പാറയുടെ അവസാനം ഒരിക്കലും തീരുന്നില്ല. കാരണം എന്തെന്നറിയാവോ, അത്രയും 2000 ഏക്കറാണ് കേട്ടോ. വീണ്ടും പറഞ്ഞു, ഇനി 2000 ഏക്കറിൽ പാറയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതേ കണ്ടോ, ഇവിടെ ഞാൻ അവസാനം എത്തിപ്പെട്ട സ്ഥലത്ത് ഒരു ഗ്രൗണ്ടിൻ്റെ വലിപ്പത്തിൽ കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ എന്ത് പറയാനാണ്, ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ഇതാണ്ട് പാചകം ചെയ്ത് കഴിക്കാനും ഇവിടെ വന്ന് കിടന്നിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. ഒരു ഫാമിലി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ട്രെൻഡൊക്കെ കെട്ടി കിടക്കാനായിട്ട് പറ്റിയ ഒരു ഏരിയയാണ് കേട്ടോ കാക്കവട്ടിപ്പാറ. നല്ല രസമുണ്ട് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ. എൻ്റെ അമ്മച്ചി പറയാണ്ടിരിക്കാൻ കേട്ടോ, നല്ല വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ കാക്കവട്ടിപ്പാറ. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ കാക്കവട്ടിപ്പാറ? അപ്പം നമ്മൾ അന്വേഷിച്ച് വന്ന മരുന്ന് കാണാനില്ല. എനിക്ക് തോന്നുക നല്ല വെയിലായതുകൊണ്ട് കരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാൻ വരുന്ന വഴിയിലൊക്കെ അന്വേഷിച്ച് ഒരിടം കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഒരു തലവേദനയ്ക്കുള്ളൊരു മരുന്നാണ് കേട്ടോ. പണ്ട് എണ്ണ കാച്ചിയൊക്കെ തേക്കുന്ന ഒരു മരുന്നും കൂടെയാണ്. എന്നോട് പറഞ്ഞ് ഇവിടെ ഉണ്ട്. എനിക്കും അറിയാം ആ മരുന്ന്. പേരങ്ങ് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഈ തേര് കയറിയപ്പോൾ പേരങ്ങ് വിട്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇത് വഴി കുറച്ചുകൂടെ നമുക്ക് നടക്കാം കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കാക്കവട്ടിപ്പാറ. കുഞ്ഞു കുഞ്ഞു കല്ലുകൾ കണ്ടോ, കണ്ടോ. കാക്കവട്ടിപ്പാറ എൻ്റെ അമ്മ വെറൈറ്റി കാഴ്ചകൾ നൽകുന്നല്ലേ, അടിപൊളിയായിട്ട്. അപ്പൊ ഇവിടത്തെ കാഴ്ച വിശേഷങ്ങൾ ഇത് തന്നെയാണ്. ഈ പരന്ന ഒരു പാറയാണ് കേട്ടോ. നമ്മൾ കുറച്ച് കയറ്റം കയറി വന്നാൽ പോലും ഇവിടുത്തെ കാഴ്ചകൾ നല്ല പരന്ന ഒരു പാറയാണ്. ഇതേ കണ്ടോ, ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്, ഇതിന് അവസാനമില്ല കേട്ടോ. ഈ കാക്കവട്ടിപ്പാറയ്ക്ക് അവസാനമില്ല. നമ്മുടെ ചിറയക്കോട് വാർഡിലെ അമ്പൂരി പഞ്ചായത്തിലെ കാക്കവട്ടിപ്പാറ ഒരു വെറൈറ്റി തന്നെയാണ്. അത് ഇവിടുത്തെ കാരുടെ സ്വന്തമാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇങ്ങനെ നോക്കിക്കേ, അടിപൊളിയായിട്ട് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ഇത് മറ സൈഡാണ് കേട്ടോ. നല്ല അടിപൊളി വൈബാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. എൻ്റെ അമ്മച്ചി, എന്ത് കാഴ്ചയാണ് ഇവിടെ നിന്ന് ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ. നല്ല പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ, പ്രകൃതി ഭംഗിയോ പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂമി തന്നെയാണ് അല്ലേ, അടിപൊളിയായിട്ടുള്ളത്. മേഘം കാണിച്ചേടാ, അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് മേഘത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അടിപൊളി, എൻ്റെ കൈക്കൊമ്പിളിൽ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുക, അത്രയും വൈബായിട്ടുണ്ട്. നെയ്യാർ ഡാമിൻ്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത് കേട്ടോ. അത് നെയ്യാർ ഡാമല്ല, കുളമാങ്കുഴി. നമ്മുടെ മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതാണ് കേട്ടോ ആ ഭാഗം. അതേ കണ്ടോ, കണ്ടോ. നല്ല രസമുണ്ട് സന്ധ്യ സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാം കേട്ടോ. നല്ല വൈബായിട്ടുള്ള സ്ഥലം കേട്ടോ. സന്ധ്യ പിള്ളേരൊക്കെ ഒരുപാട്, അതായത് എന്ത് പറയാനാണ്, ഷൂട്ടിങ്, അതായത് നമ്മുടെ ഇൻസ്റ്റയിലായാലും യൂട്യൂബ് ആയാലും ഫേസ്ബുക്കിലൊക്കെ ഒക്കെ വീഡിയോസ് എടുത്തിടാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. പിള്ളേർ സെറ്റുകളൊക്കെ ഒരുപാട് വന്ന് ഇവിടെ കയറാറുണ്ട്. നല്ല വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഇടയ്ക്ക് എന്തുവാ പറയുന്നത്,
കുറ്റിച്ചെടി ഇതുപോലത്തെ ചെടികളുള്ളപ്പോൾ നമ്മൾ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. വല്ലതുമൊക്കെ കിടന്നാൽ പോലും അറിയില്ല കേട്ടോ. അത്രയേ ഉള്ളൂ. വേറെ അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയാണ്. എൻ്റെ അമ്മേ, വെയിലിൻ്റെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഏതാണ്ട് എനിക്ക് തോന്നുക 9-10 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഈ ടൈമിലുള്ള വെയിൽ നല്ലതാണ്. വിറ്റാമിൻ ഡിയും ഒക്കെ കിട്ടും കേട്ടോ. പക്ഷേ നമുക്ക് എന്തു പറയാനാണ്, അങ്ങനെ വലുതായിട്ട് തളർച്ചയൊന്നും വെയിലും ഉണ്ടാ തളർച്ചയൊന്നും ഇല്ലാത്തവർ കയറുക കേട്ടോ ഈ ടൈമിലൊക്കെ. കാരണം അത്രയും നല്ല വെയിലാണ് കേട്ടോ. കൈയൊക്കെ പൊള്ളുകയാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ഓടി കളിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കാക്കവെട്ടിപ്പാറ. കാക്കവെട്ടിപ്പാറയുടെ പ്രകൃതി ഭംഗി ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. എത്രത്തോളം കണ്ടാലും നമുക്ക് മതി വരില്ല. ദേ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുത്തേടാ. എൻ്റെ അമ്മച്ചി പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. നല്ല രസമുണ്ട്. വീണ്ടും വീണ്ടും പറഞ്ഞു പോയി. ഞാൻ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഇവിടുത്തെ പ്രകൃതി ഭംഗി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഭാഗത്തോട്ടൊന്ന് വന്നേടാ. പാറയ്ക്കൊരു അവസാനമില്ല കേട്ടോ. നടന്ന് ഞാൻ നോക്കുക ഇത് നടന്ന് എൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തുമോന്നാ എനിക്കിപ്പം തോന്നുക. കാരണം ഇതേ കണ്ടോ, ഇനി നോക്കിക്കേ, ഇത് തൊട്ട് താഴെയാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെയാണ് എൻ്റെ വീട് കേട്ടോ. ഇതേ കണ്ടോ, എൻ്റെ അമ്മച്ചി പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഞാൻ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കാക്കവെട്ടിപ്പാറയുടെ വ്യൂ പോയിന്റ് ഇതാണ്. ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. സത്യം പറയാമെങ്കിൽ ഇത് താഴോട്ട് കുത്തനെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ വരുമ്പോ കെയർഫുൾ ആയിട്ട് നിൽക്കണം കേട്ടോ. കാഴ്ചകൾ കാണാൻ ഒരടി മുകളിലോട്ട് നീങ്ങി നിന്നേ കാഴ്ചകൾ കാണാവോ. ഇതിന്റെ താഴെ കൊക്കയാണ് കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്തേടാ. അത് എന്ത് ഭംഗിയാണ് നോക്കി കേട്ടോ. സന്ധ്യ സമയത്ത് വന്നിരിക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് പൊളി വൈബാണ്. ആ ആകാശമൊക്കെ എടുത്ത് നോക്കിക്കോ, കാണിച്ചു കൊടുത്തേടാ. നമ്മുടെ അടുത്ത് നിൽക്കുക കേട്ടോ. അപ്പൊ പിന്നെ കാക്കവെട്ടിപ്പാറയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ നോക്കിക്കേ. ഇതേ കണ്ടോ, നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കല്ലുകൾ കണ്ടോ. അപ്പം ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. നമുക്ക് ഒരു ഗ്രിപ്പുണ്ട്. അതായത് ഈ പാറയിൽ കയറിയ തെന്നി വീഴും എന്നുള്ളൊരു പേടി വേണ്ട കേട്ടോ. ഒരു ഗ്രിപ്പുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ, കാക്കവെട്ടിപ്പാറ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. വരുന്നുണ്ടോ അമ്പൂരിലോട്ട്? നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോവുകയാണ്, കൂടെ വന്നോളൂ കേട്ടോ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് വഴി മാറിയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, എല്ലാം ഒരുപോലെ. അതൊന്നുകൂടെ കാണിച്ചു കൊടുത്തേട്ടോ. ഒരുപോലെ നിരന്ന് കിടക്കുന്നത് കൊണ്ട് ഇത് എവിടെ കൂടെ കയറിയെന്ന് എനിക്കിപ്പോൾ ഒരു ലക്കിൽ പിടിയും കിട്ടില്ല, ലക്കിൽ ലവാണവും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞു പോകേണ്ടത്. ഇതേ കണ്ടോ, എനിക്കറിയില്ല കേട്ടോ. അതാ ഏത് വഴിയാണ് അവിടെ വീട്ടിലോട്ട് എത്തിപ്പെടേണ്ടതെന്ന് ഒന്നും അറിയില്ല. കാരണം എല്ലാം ഒരുപോലെ കിടക്കുവാണ്. എൻ്റെ അമ്മേ, എനിക്ക് പറയാണ്ടിരിക്കാൻ വന്ന വഴിയല്ല കേട്ടോ തിരിച്ചു പോകുന്നത്. വഴി ഞങ്ങൾക്ക് 2 പേർക്കും മറന്നിട്ടുണ്ട് കേട്ടോ. ഈ പുല്ലിൻ്റെ ഭംഗി ഒന്ന് കാണിച്ചു കൊടുത്തേടാ. ഇതേ കണ്ടോ, എന്ത് ഭംഗിയാണ് കണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ട് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗി. അപ്പം പിന്നെ കാട്ടിൽ നിന്നും ഇറങ്ങി താഴെ നാട്ടിലോട്ട് പോയിട്ടില്ല. പോയി ജീവനോടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. എനിക്ക് വഴി മറന്നിട്ടുണ്ട്. എന്തായാലും ഞാനിതാ നടന്ന് നീങ്ങിയാണ് കേട്ടോ. ഇത് വഴിയാണോടാ? ഇത് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ വഴിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ വഴിയല്ല നമ്മൾ വന്നത് കേട്ടോ. ആളുണ്ടോ? നിങ്ങൾക്ക് വഴി മാറിയിട്ടുണ്ടേ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയ സുഹൃത്തുക്കളെ,